ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് ഉറങ്ങി എണീച്ച് അപ്പോൾ ഇനി ഇവിടുന്ന് 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തും കൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇവരോടൊക്കെ വായി പറഞ്ഞു പോകണം. അപ്പോൾ ഓരോരുത്തർ ഓഫീസിൽ പോകാനുള്ള പരിപാടിയിലാണ്. ഏതാ നല്ല ഉമ്മാവൊക്കെ ദക്ഷിണ ഉണ്ടാക്കി വെച്ചിരിക്കണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഇവിടെ നടന്ന സ്ഥലം കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല, ഇത്ര അത്യാവശ്യമുള്ളതാണെങ്കിൽ എടുക്കണം. ഇനിയുണ്ട് 2000 കിലോമീറ്ററിൻ്റെ മേലെ പോകാൻ. 2000 ഉണ്ടോ? അവിടെ ഇങ്ങോട്ട് വന്ന അതേപോലെ സൈക്കിൾ എടുത്ത് മയൂർ വിഹാർ പോയിക്കൊണ്ട് മാറ്റി പോവാറുണ്ട്. അപ്പൊ നോക്ക് വെക്കണ്ട് വരുമ്പോ നോക്ക്. കേട്ടാ അപ്പൊ ഓക്കെ എന്നാലും കാണാം നമുക്ക്. അപ്പൊ നോക്കെ പോകല്ലോ. അപ്പൊ ഞങ്ങൾ പോട്ടോ. ഞാൻ വിളിക്കാം ശരിടാ. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടി, ബിരിയാണി കിട്ടി, ചോറ് കിട്ടി. നാട്ടിലെത്തിയൊരു ഫീല് എന്താ അറിയില്ല, ഭയങ്കര സംഭവം അടിപൊളിയാട്ടോ. എല്ലാവരും കുക്കും ചെയ്യുന്നുണ്ട്. വിടില്ല 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ടൊക്കെ പോയാൽ ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ തന്നെ നിന്ന് പോകൂലേ. അപ്പം പിന്നെ ഇന്നത്തെ പ്ലാന് കുറച്ച് സൈക്കിളിന് കുറച്ച് സർവീസൊക്കെ ഉണ്ട്. മുന്നോട്ട് വല്ല നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമുക്ക് സർവീസ് കാര്യങ്ങളൊന്നും ആവശ്യം വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കയറ്റാണ്, ക്ലൈംബ്. ഹിമാചലിലേക്കാണെങ്കിൽ ഏകദേശം ഒരു 500, ഇവിടെ നിന്ന് ഒരു 500 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം എത്തും. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് സർവീസ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കുറച്ച് കേടുപാടുകളൊക്കെ ഇപ്പോഴുണ്ട്. അതൊക്കെ ചെയിനൊക്കെ പൊട്ടിയുണ്ട്. അവിടെ സർവീസിന് തന്നെ എത്തുമെന്ന് അറിയില്ല, ചിലപ്പോൾ തള്ളി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ എന്തായാലും പോയി നോക്കാമായിരുന്നു. പിന്നെ ടെൻറ്റിൻ്റെ സ്റ്റിക്ക് വാങ്ങാല്ലേ, അതുകൊണ്ട്. അപ്പോൾ ടെൻറ്റിൻ്റെ സ്റ്റിക്ക് മാത്രം കിട്ടുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ സ്റ്റിക്ക് വാങ്ങണം, കാരണം ഇനി അങ്ങോട്ട് ടെൻറ്റൊക്കെ തന്നെ അടിക്കാൻ പറ്റുള്ളൂ. ഉണ്ടാവൂല. അപ്പോൾ എന്നാ ഇവിടുന്ന് പോവാം. ഓക്കെ, പോവല്ലേ? ചെറുതായിട്ട് പെയ്യുണ്ട്. എല്ലാവരും പോയി നോക്കാം. ഇവിടാണെങ്കിൽ റെയിൻകോട്ട് അങ്ങനെ എടുത്തിടേണ്ടി വരും. ഇപ്പം മഴ നന്നായിട്ട് തന്നെ പെയ്തിട്ടോ. ഞങ്ങളൊരു മരച്ചോട്ടിൽ ഇങ്ങനെ നിർത്തിയതാ. അപ്പം റെയിൻകോട്ട് എടുത്തിടാം, കാരണം മഴ ഇതാ ഈ മരത്തിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ? ഞങ്ങള് എവിടെ പോയാലും മഴ. അതാ ഡൽഹിയിലും പെയ്തു, ഒരു പെയ്യാത്ത മഴ. ഇന്നിപ്പോൾ ഡൽഹിയിലായിട്ട് പോയാ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നല്ല പോവാ. Beep beep. Number 5.
അടിപൊളി. അപ്പം സൈക്കിളിൻ്റെ ഷോപ്പ് നമ്മുടെ ഫസ്റ്റ് ദിവസം ഡൽഹി വന്നപ്പോൾ നിന്നില്ലേ മുകേഷ് ഭയ്യ, ആ പുള്ളിക്കാരൻ പറഞ്ഞ ഷോപ്പേനത്. അപ്പോൾ എന്തായാലും തുറന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് തുറക്കാമെന്ന് വിളിച്ച് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യം പ്ലാൻ ചെയ്യാം. അപ്പം തിങ്കളാഴ്ച അതിനെ കൊണ്ടാണ് തോന്നുന്നു. ഇവിടെ ഒരു ഷോപ്പും ഇല്ല, കണ്ടില്ല, ഇവിടെ അധികം ഷോപ്പും ലീവാണെന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം കഴിക്കാം. അപ്പോൾ എന്തായാലും ഷോപ്പ് അടിച്ചിക്കാണ്. അപ്പോൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ ഇവിടെ കേരള ഹൗസ് ഉണ്ട്. അപ്പം നല്ല കേരള ഭക്ഷണമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെ പോവാ, ഭക്ഷണം കഴിക്കുക. അതെ, അങ്ങോട്ട് പോയാൽ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. ഡൽഹി ജന്തർ മന്ദറിൻ്റെ അടുത്താണ്, ന്യൂഡൽഹി. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇതാണ് കേരള ഹൗസ്. ആനയൊക്കെ ഉണ്ടല്ലോ. കേരളത്തിൽ വന്നാല് ഫുള്ള് മലയാളികൾ. അപ്പോൾ എന്തായാലും ഇവിടെ പോയിട്ട് നല്ല വയറ് നിറച്ച് ചോറോ എന്താ വെച്ചാൽ പോയി കഴിക്കാം. അപ്പം ചോറും മീൻകറി ആക്കാം. അപ്പോൾ ടോക്കൺ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള ആൾക്കാരെ ക്യൂ അത്. എന്തായാലും കുറച്ച് വരെയൊക്കെ നിന്നിട്ടേ കിട്ടുള്ളൂ. ഇങ്ങോട്ട് കയറിയ പാടിനെ നല്ല മീൻകറിൻ്റെ മണം. ഓ മാൻ, ചോറ് കണ്ടപ്പോഴുള്ള സന്തോഷേ. പപ്പടം ഉണ്ട്, സാമ്പാറുണ്ട്, ഉപ്പേരി ഉണ്ട്, കൂട്ടുകറി ഉണ്ട്, നല്ല ചൂരൊക്കെ മീൻകറിയും. ചോറിന്റെ ചെമ്പോടം ഉണ്ടാക്കാൻ മിക്കവാറും ചെമ്പോടൊക്കെ ഇടേണ്ടി വരും. ചോറിനൊക്കെ വില അറിയണ ഈ യാത്രയിലാട്ടോ, സത്യം പറയാം. ഏകദേശം സാമ്പാറൊക്കെ കൂട്ടിയപ്പോൾ അടിപൊളി. പിന്നെ പപ്പടം ഉണ്ട്, മീൻകറി ഉണ്ട്. ഇത് കൂട്ടി നല്ല ഇപ്പോഴാണ് എന്താ പറയുക, മനസ്സൊക്കെ നിറഞ്ഞെന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥ. അടിപൊളി മീൻകറി ഇടും. അതൊക്കെ കഴിച്ചതിൻ്റെ നമുക്ക് വില പോവാം. അപ്പോൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. വളരെ സുഖം. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു പീടിക ഉണ്ടെന്ന് പറഞ്ഞു, സൈക്കിൾ സർവീസ് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്ന് പോയേക്കാം. അത് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫയർഫോക്സിൻ്റെ ഒരു വീഡിയോ കണ്ടിരിക്കണേ. അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നിട്ടോ.
അപ്പം ഇവിടെ ഫയർഫോക്സിൻ്റെ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് സർവീസ്. അപ്പം വേറെ എവിടെ പോയി നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിന്ന് രാവിലെ പോയില്ലേ, അവിടെ പോയി നോക്കാം നാളെ. അല്ലെ വേറെ എന്താ വഴി ഉണ്ടാവും, എന്തായാലും നോക്കാം. श्री नवरात्र मेले में आए हुए सभी श्रद्धालु भक्तजनों का ഉത്സവമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മളെ ചെക്കന്മാരുടെ റൂമിലേക്ക് പോവാം. നമ്മളെ വിജയനഗർ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. ഓയ് അപ്പോൾ ഇവിടെ ഡൽഹിയിൽ വന്നതിന് ശേഷം ഫുഡിനൊന്നും ഒരു പഞ്ഞുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എന്താ കോളിഫ്ലവർ ഉണ്ട്, പരിപ്പ് കറി, ചോറ് പോരെ. നമുക്കിപ്പോൾ ചോറ് തരണ വലിയ കാര്യടാ. അപ്പം എന്നാൽ കിടന്നുറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. പോലെ ഒരു മിനിറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയാം.